ഹലോ ഗായ്സ്, ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ലാൽ കില, അതായത് റെഡ് ഫോർട്ടിലേക്കാണ്. ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് റെഡിയായി ഇങ്ങനെ ഡൽഹിയിലെ തെരുവുകളിൽ കൂടി ഇങ്ങനെ ലാൽ കിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ വളരെ പുകപടലം പിടിച്ച ഒരു കാലാവസ്ഥയായിരുന്നു. ഇന്ന് രാവിലെ ഒരുവിധം മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ഒരുവിധം കൊള്ളാന്നുള്ള കാലാവസ്ഥയാണ്. ഇന്ന് സൂര്യപ്രകാശവും കാണുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണാം, മൂടലുണ്ട് ഇപ്പോഴും. അത് മൂടൽ മഞ്ഞല്ല, ഇത് പുകയുടെ ഇതാണ്, പുക കൊണ്ട് മൂടി കിടക്കുകയാണ്. രാവിലെ ആയത് കാരണം വലിയ തിരക്കില്ല റോഡില്. തിരക്ക് ഇനി ഒരു 9-10 മണി ആയതിനു ശേഷം റോഡ് നല്ല തിരക്കായിരിക്കും. ഇപ്പൊ തിരക്ക് കുറവാണ്. മഴ പെയ്തിട്ടുണ്ട്, മഴയുടെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ചെറിയ പ്രകാശം കാണുന്നത്. മഴയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂടി തന്നെ കിടക്കും പുക കൊണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്, ലാൽ കില. കുറച്ചധികം കിലോമീറ്റർ ഉണ്ട്, അതുകൊണ്ടൊന്ന് സ്പീഡായിട്ട് ഓടിച്ച് വിട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചെങ്കിലോ, അത് കാരണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ലാൽ കില എന്ന് പറയുന്ന സൈൻ ബോർഡ്. ഇതേണ്ട റെഡ് ഫോർട്ട് എന്നുള്ള സൈൻ ബോർഡാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ടൊരു 2 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ റെഡ് ഫോർട്ടിന്റെ പാർക്കിങ്ങിൽ നമ്മൾ എത്തിച്ചേരും. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നമ്മൾ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റെഡ് ഫോർട്ടിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്തു, ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഞാൻ ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ അവർ ഇപ്പൊ സമ്മതിച്ചില്ല. എന്തോ നേരത്തെ സമ്മതിക്കുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവർ സമ്മതിക്കുന്നില്ല, വീഡിയോ എടുക്കരുതെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. അത് കാരണം വീഡിയോ എടുത്തില്ല. ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് നല്ല നടക്കാനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിക്ഷയിലും പോകാം. ഒരാളിന് റിക്ഷയിൽ പോകുന്നതിന് 20 രൂപയും കണ്ടാണ് അവർ വാങ്ങുന്നത്. കുറച്ച് ദൂരേ ഉള്ളൂ, പക്ഷെ എന്നാലും അവർ അത്രയും വെച്ച് വാങ്ങിക്കും. റിക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം റിക്ഷയാണ് ഇവിടെ ഉള്ളത്. സാധാരണ നമ്മുടെ അവിടുത്തെ ഓട്ടോറിക്ഷ അല്ല, പ്രത്യേക തരം റിക്ഷയാണ്. ഇവിടുന്ന് എന്തായാലും ഞാൻ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഈ കാണുന്നതാണ് റെഡ് ഫോർട്ട്, അതായത് ലാൽ കില. കണ്ടില്ലേ, നല്ല സൗന്ദര്യം, അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഒരു സംഭവം തന്നെയാണിത്. ഇതെന്തായാലും വന്ന് കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവരും കണ്ടിരിക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കണ്ടിരിക്കണം. കണ്ടോ, അതിന്റെ കാണുന്നുണ്ട്. ഉണ്ടെന്നും അല്ല, അത് ക്ലിയറൊന്നും അല്ല, അങ്ങറ്റം കാണുന്നു. ഇവിടെ നല്ല ഫോറിനേഴ്സ് ഒക്കെ ആവശ്യം പോലെ വരുന്നുണ്ട്. ഇന്ത്യക്കാർ ആവശ്യം പോലെ ഉണ്ട്. എന്നാലും വെളിയിലുള്ള ആൾക്കാർക്ക്, അതായത് ഫോറിനേഴ്സിനാണല്ലോ ഇതിനെക്കുറിച്ച് വലിയ ആശങ്കയുള്ളത്. നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഇതൊന്നുമില്ല. എന്നാലും മലയാളീസിനെയൊക്കെ ഞാനിവിടെ കണ്ടിരുന്നു, കുറേ മലയാളീസിനെ കണ്ടു. ഇതിപ്പോ ലാൽ കിലയുടെ എൻട്രൻസ് ആണ്. ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം നല്ല ചെക്കിംഗ് ഉണ്ട്. ബാഗ്, ബോഡി ചെക്കിംഗ് ഒക്കെ നടത്തി, സ്കാനിങ് നടത്തിയിട്ടാണ് അകത്തേക്ക് കയറ്റി. അവിടെയും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് കാരണം സോറി, നിങ്ങൾ അവിടുത്തെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വെയിറ്റിംഗിലാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കാരണം ചെറിയൊരു ഓക്കെ, ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ 2 സൈഡിലും 2 പീരങ്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ച പീരങ്കിയാണെന്ന് തോന്നുന്നു. അഥവാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ.
ഇവിടെ 2 വെച്ചിട്ടുണ്ട്. ഒക്കെ ഇരുമ്പിലുള്ള സാധനമാണ്. അത് മാനുവലായിട്ട് പണ്ട് പ്രവർത്തിപ്പിക്കുന്നതായിരുന്നു തോന്നുന്നു. അത് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിന്റെ ഒരു ഫോട്ടോ അല്ല, ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വരികയാണ് റെഡ് ഫോർട്ടില്. വലിയ വാതിലുകൾ മലർക്ക തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, ഇതിങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ് അകത്തേക്ക്. മൊത്തം ചുമന്ന കളറാണ്. ഇവിടെ ഇങ്ങനെ പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ വഴി തിരിച്ചു വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയങ്ങളിൽ 2 വേ ആയിട്ട് വിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാനും തിരിച്ചു ഇറങ്ങാനുമായിട്ട് പ്രത്യേകം തിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോ എന്തായാലും തിരക്കില്ല. ഞാൻ രാവിലെ അവിടേക്ക് പോയതുകൊണ്ടായിരിക്കാം തിരക്കിപ്പൊ കുറവ്. വൈകുന്നേരത്തോടുകൂടി നല്ല തിരക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അകത്തുള്ളൊരു അകത്തളമാണ്. ഇനി ഇതിന് അവിടുന്ന് വേറൊരു വാതിലുണ്ട്. ആ വാതിലാണ് അവിടെ കാണുന്നത്. ആ വാതിൽ കൂടിയാണ് ഫോർട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അകത്തളമുണ്ട്. അകത്തളം വിശാലമായ അകത്തളമാണ്. കണ്ട, ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ കയറി വരുന്ന ആ എൻട്രൻസിൽ തന്നെ ആ വേസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തും. ഇങ്ങനെ ആൾക്കാരെന്തോ നേരത്തെ പോയവരായിരിക്കും തിരിച്ചു വരുന്നത്. ഇതിപ്പോ രാവിലെ 9 മണി ആ സമയമായിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇത്ര ആൾക്കാർ പോയി തിരിച്ചു വരുന്നത്, അത് കണ്ടും അടുത്ത് തിരിച്ചു വരുന്നതാണോ എന്നറിയില്ല. ഇനിയിപ്പോ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് സുവനീർ ഷോപ്പുകളാണ്. ശരിക്കും സുവനീർ മാത്രമല്ല, എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. സുവനീർ ഷോപ്പാണ്. ക്ലോത്ത്സ്, അങ്ങനെയുള്ള കരകൗശല സാധനങ്ങൾ, ഇതൊക്കെ വാങ്ങാനായിട്ട് ഉള്ള ഷോപ്പാണ്. എന്തായാലും ഞാൻ ഇതൊക്കെ നോക്കി വെച്ചു. തിരിച്ചു വരുമ്പോൾ വാങ്ങാന്നുള്ള ഒരു ഇതിലാണ്. എന്തായാലും അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും നേരം ഞാനിത് കൊണ്ടു നടക്കണമല്ലോ. അപ്പൊ അത് കാരണം ഞാനൊന്നും വാങ്ങിയില്ല. അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ പകുതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. പകുതി എത്തുമ്പോൾ ഫോർട്ടിനകത്തേക്ക് കയറുന്നതിന്റെ പകുതിയിലുള്ളൊരു ഇതാണ്. അവിടെയും ഒരു അകത്തളമുണ്ട്. ഇവിടെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാം. കണ്ടില്ലേ, ഫോറിനേഴ്സ് ആവശ്യം പോലെ ഉണ്ട്. എന്റെ കൂടെ ഞാൻ അവിടെ ടിക്കറ്റ് കൗണ്ടറിലുണ്ടായിരുന്നപ്പോഴും എൻട്രൻസിലുണ്ടായിരുന്നപ്പോഴും അവിടെ വലിയ ഒരു ചൈനീസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒത്തിരി പേരുണ്ട് അവർ. ദേശത്ത് നിന്ന് ഇങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു കൗതുകമല്ലേ, ഇത് കാണാൻ വേണ്ടി. ഒരു സംഭവമാണല്ലോ. എവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അതൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. ഇതൊരു വലിയൊരു പാർക്കാണ്. ഇനി വീണ്ടും ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഇടതും വലതും സൈഡിലും പാർക്കുകളുണ്ട്. അതൊരു പാർക്ക്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടത് ഒരു പാർക്കാണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ചെല്ലുന്നത് അകത്തേക്ക് ആണ്. അകത്ത് ഏതാണ്ട് 9 പാലസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 9 പാലസുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലുതായിട്ട് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, അതായത് ഇവിടെ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട് ഓരോ പാലസിന്റെ മുന്നിലും. ആ പാലസിന്റെ സൈൻ ബോർഡെല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചു തരാം. ഇപ്പം ഇതൊരു പാലസാണ്. അകത്തേക്ക് കയറുമ്പോൾ അകത്ത് പാലസുകളും പള്ളിയും പിന്നെ അതുപോലെ തന്നെ പണ്ട് രാജസന്നിധിയിൽ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയൊരു സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ്, മ്യൂസിക് ഒക്കെ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് അകത്തേക്ക് പോയിട്ട് കാണാം. ഇവിടെ പിന്നെ പ്രൈവറ്റ് ഫങ്ഷൻസ് നടക്കാറുണ്ട്. ഇതിന്റെ നടുത്തളത്തിൽ, ഇവിടെ ഈ പാർക്കിന്റെ നടുത്തളത്തിൽ പ്രൈവറ്റ് ഫങ്ഷനുകൾ നടക്കാറുണ്ട്. ഇന്നിപ്പോ ഞാൻ വന്നപ്പോഴും ഇവിടെ ഫങ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് അവിടെ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതായത് മൈക്ക് സെറ്റ് ഒക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പാലസുകൾ. അതിങ്ങനെ കാണുന്നതാണ് പാലസുകൾ. ഇങ്ങനെ 9 പാലസ് ഉണ്ട്. ഇതിപ്പം നമ്മള് ഇന്ന് ഒരു വീഡിയോ കൊണ്ട് ഇവിടെ തീർക്കാൻ പറ്റില്ല.
ഇനിയും ഇതിന്റെ തുടർഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും അതോടുകൂടി മാത്രമേ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. റെഡ് ഫോർട്ടിന്റെ വീഡിയോകൾ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തൽക്കാലം നമ്മളൊരു എൻട്രൻസും ആ ഒരു പാർക്കും ഇത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി പാലസുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിന്റെ അടുത്ത പാർട്ട് വീണ്ടും ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്.